ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ, ഒരുപാട് ജനങ്ങളെ ആകർഷിക്കുന്ന ശബരിമല ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം തന്നെ നമ്മൾ പല വേദികളിലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഭക്തജനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഒരേ ഒരു നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യം, അയ്യപ്പ ക്ഷേത്രം, ഇതിനെക്കുറിച്ച് ഒരു പുരാണത്തിലോ എവിടെയും തന്നെ ഇതിൻ്റെ തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മറ്റൊരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രമുണ്ട്, അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, പൂർണ്ണത്രയേശ ക്ഷേത്രമുണ്ട്. ഇങ്ങനെ കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മുടെ വൈദിക പുരാണങ്ങളിൽ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള സ്ഥലത്തോ അതിൻ്റെ പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ശബരിമല ക്ഷേത്രത്തിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വിവരണവും പുരാണങ്ങളിലില്ല. അപ്പോൾ ധർമ്മശാസ്താവെന്നും അയ്യപ്പൻ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ സ്കന്ദപുരാണത്തിൽ ധർമ്മശാസ്താവിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. 33 കോടി ദേവീദേവന്മാരിൽ ഒരു വ്യക്തിയും ഇന്ദ്രൻ്റെ അമരാവതി നഗരത്തിൻ്റെ സേനാനായകനും അവിടുത്തെ മറ്റ് ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ധർമ്മശാസ്ത്ര. ധർമ്മശാസ്താവിന് പുഷ്കല, പൂർണ്ണ എന്ന് 2 പത്നിമാരുണ്ട്. ഒരു സ്കന്ദപുരാണത്തിലുള്ള മനോഹരമായ കഥയാണ്. അവരെ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പത്നിമാരായ പുഷ്കലയും പൂർണ്ണയും ധർമ്മശാസ്താവിനെ ഉപേക്ഷിച്ച് അവരുടെ പിതാവിൻ്റെ ഇല്ലത്തിൽ ചെന്ന് അവർ പരാതി പറഞ്ഞു. അപ്പോൾ പുഷ്കലയുടെയും പൂർണ്ണയുടെയും അച്ഛൻ ധർമ്മശാസ്താവിനെ ഒരു ദിവസം വിളിച്ചിട്ട്, നിനക്ക് കുടുംബം പുലർത്താൻ അറിയില്ല, സ്ത്രീകളെ തൃപ്തിയായിട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവ് നിനക്കില്ല, അതുകൊണ്ട് നീ ഭൂമിയിൽ ചെന്ന് ബ്രഹ്മചാരിയായി നിനക്ക് ഗൃഹസ്ഥ ഭാഗ്യം ഇല്ലാതെ പോകട്ടെ എന്ന് ശാപം കൊടുത്തതായി പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഇത് ഇത്രയും സ്കന്ദപുരാണത്തിലുണ്ട്. പക്ഷേ ജനങ്ങൾ ഈ ധർമ്മശാസ്താവാണ് കലികാലത്തിൽ അയ്യപ്പനായി അവതരിച്ചു എന്ന് പറയുന്നു. അതിന് ആവശ്യമായ രേഖകളോ തെളിവോ ഒന്നും തന്നെ നമ്മളെ പുരാണങ്ങളിൽ കാണുന്നില്ല. ഇത് നടന്നതും ഒരു 200-300 വർഷങ്ങൾക്ക് അകത്ത്, അതും അന്ന് മലയാള ഭാഷ വരാത്ത ഒരു സമയം. തമിഴ് ഭാഷയായിരുന്നു, ചേര രാജാക്കന്മാരായിരുന്നു കേരളവും ഭരിച്ചു വന്നത്. ആ അപ്പൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ അറിയാം, നമുക്ക് കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഗുരുവായൂരപ്പൻ, എറണാകുളത്തപ്പൻ, അയ്യപ്പൻ എന്നൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ അപ്പൻ എന്ന് പറയുന്ന വാക്ക് തന്നെ തമിഴ് വാക്കാണ്. അതായത് മലയാള ഭാഷ ഉരുവെടുക്കുന്നതിന് മുമ്പേ നടന്ന ഒരു ചെറിയ കഥയാണിത്. പന്തളം രാജാവിന് ഉണ്ടായ കാട്ടിൽ ഭാഗ്യമായി സിദ്ധിച്ച, അനുഗ്രഹമായി കിട്ടിയ ഒരു പുത്രൻ. ഇപ്പൊ ധർമ്മശാസ്ത്ര, നേരത്തെ സ്കന്ദപുരാണത്തിൽ പറഞ്ഞ ധർമ്മശാസ്താവാണ് ഈ അയ്യപ്പൻ എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് ആവശ്യമായ രേഖകളോ അങ്ങനെ തന്നെ ആവണമെന്നോ ഇല്ല. പക്ഷെ അതേസമയം ശബരിമലയെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് ശ്രീരാമചന്ദ്രമൂർത്തി രാവണനെ, സീതയെ രക്ഷിക്കാനും
രാവണനെ വധിക്കാനുമായിട്ട് ദക്ഷിണ ഭാരതത്തിൽ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം കടന്നു പോയ സ്ഥലങ്ങളിൽ ഒന്നാണ് ശബരിമല. പമ്പാ നദിയെക്കുറിച്ചും മറ്റു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ബലരാമന് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ അദ്ദേഹം ഭാരതം മുഴുവനും യാത്ര ചെയ്തു. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത സമയത്ത് പമ്പാ നദിയിൽ എത്തിയതായിട്ടും പമ്പാ നദിയിൽ സ്നാനം ചെയ്തതായിട്ടൊക്കെ പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇന്നും നമ്മൾ ശബരിമലയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ പാദവുമുണ്ട്, ഹനുമാന്റെ ഒരു ക്ഷേത്രവും പമ്പാനദി തീരത്തുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നു ശ്രീരാമചന്ദ്രമൂർത്തി ആ വഴിയെ യാത്ര ചെയ്തിട്ടുണ്ടെന്നും. പിന്നെ രാമായണത്തിൽ വളരെ പ്രസിദ്ധമായ കഥ, ശ്രീരാമചന്ദ്രമൂർത്തി മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ശബരിയുടെ കയ്യിലിരുന്ന് ആ ശബരി കടിച്ച് ഉച്ഛിഷ്ടമായി തന്ന പഴങ്ങളെ ശ്രീരാമചന്ദ്രമൂർത്തി സ്വീകരിച്ചതായിട്ട് ഈ കഥ രാമായണത്തിൽ പ്രസിദ്ധമാണ്, നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഇതും ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതേസമയം വടക്കേ ഇന്ത്യയിലും ശ്രീരാമൻ ശബരിയെ കണ്ടതായിട്ട് ഒരു സ്ഥലം ആൾക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് കഥകൾ ചരിത്രമുണ്ട്. പക്ഷെ ഏതാണ് ശരിയെന്നറിയില്ല. പക്ഷേ പമ്പാ നദി തീരത്ത് ഇത് നടക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ അതിൻ്റെ തെളിവുകൾ ഒരുപാടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയും പമ്പാ നദി തീരവും പമ്പാ നദിയും വളരെ പുണ്യ പരിഭാവനമായ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ശ്രീരാമചന്ദ്രമൂർത്തി നടന്നുപോയതും അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പടിഞ്ഞ സ്ഥലവുമാണ്. അപ്പൊ അയ്യപ്പൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം, ഈ അവതാരം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന രാജാവിൻ്റെ പുത്രൻ, അപ്പൊ അദ്ദേഹത്തിൻ്റെ ഈ ലീലകളും ഇതെല്ലാം ഇവിടെ വെച്ച് നടന്നു. പിന്നീട് ശബരിമലയുടെ മീതെ അദ്ദേഹം നിരന്തരം തപസ്യയ്ക്ക് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ പിതാവായ പന്തളൻ രാജാവ് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. പക്ഷെ ആ സ്ഥലത്ത് എന്തോ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ല. ശബരിമലയിലുള്ള അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം ആദ്യമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നു, അവിടെ തല മുറിഞ്ഞുപോയ, തലയില്ലാതെ കൈകൾ പൊട്ടിയ യോഗ അവസ്ഥയിൽ, സാധാരണ ഈ ഒരു രൂപം യോഗ നരസിംഹമൂർത്തിയെ മാത്രമേ കാണാറുള്ളൂ. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും യോഗ നരസിംഹ രൂപം മാത്രമേ കാലുകളെ മുട്ടോട് ചേർത്ത് കെട്ടിയിട്ട് ആ യോഗ പോസ്ചർ ആ രൂപത്തിലിരിക്കുന്നത്. പക്ഷേ ഇവിടെ അയ്യപ്പൻ പൂജിച്ച ആ ഒരു ക്ഷേത്രം, അദ്ദേഹം ധ്യാനിച്ച ആ ഒരു വിഗ്രഹം എന്താണ് എന്നുള്ളത് ആർക്കുമേ വ്യക്തമല്ല. അവിടെ ഈ ക്ഷേത്രങ്ങളെ പൊതുജനങ്ങൾ കാണാൻ പോയ സമയത്ത് തലയും കയ്യും എല്ലാം മുറിവേറ്റ, തലയില്ലാത്ത അപൂർണമായ ഒരു വിഗ്രഹമാണ് കണ്ടത്. ചിലപ്പം ആ ക്ഷേത്രം നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമാവാം, അല്ലെങ്കിൽ ഈ യോഗ രൂപത്തിൽ ആ ഒരു ആസനത്തിൽ ഇരുന്ന മറ്റ് ഏതെങ്കിലും ദേവന്മാരാവാം. പക്ഷേ ഒരു ദേവനെയും ആ ഒരു ആസനത്തിൽ നമ്മൾ കാണാറില്ല. നരസിംഹമൂർത്തിയെ മാത്രമേ ആ ഒരു പോസ്ചറിൽ നമ്മൾ കാണാറുള്ളൂ. അപ്പം അവിടെ നിരന്തരം അയ്യപ്പൻ ധ്യാനിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മാ ആ വിഗ്രഹത്തിൽ ചേർന്ന് കലരുകയുമാണ് ചെയ്തത്. ആ വിഗ്രഹത്തിൽ കയറി ലയിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. അന്നു മുതൽ ആ ക്ഷേത്രത്തിനെ അയ്യപ്പ ക്ഷേത്രം എന്ന് ജനങ്ങൾ നാമധേയം കൊടുത്ത് സ്വീകരിക്കുകയും അവിടെ പിന്നീട് കാലത്ത് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, പുരാണങ്ങളിൽ ധർമ്മശാസ്താവിൻ്റെ കഥയുണ്ട്. ഇന്ന് നാട്ടുനടപ്പിൽ ചില 100 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന അയ്യപ്പൻ്റെ കഥയുണ്ട്. പക്ഷേ ആ ധർമ്മശാസ്താവാണ് ഈ അയ്യപ്പൻ എന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷേ അതേസമയം ഈ സ്ഥലം പുണ്യസ്ഥലമാണ് എന്ന് പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താണ് എന്ന് അറിയാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് ആരാധിക്കുന്നത് പുതിയതൊന്നുമല്ല. നമ്മുടെ കഥകളിലും നമ്മുടെ ചരിത്രത്തിലും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. തെക്കൻ ഭാരതത്തിൽ വളരെ പ്രസിദ്ധമായ
തിരുപ്പതി ബാലാജി ക്ഷേത്രം പലരും സന്ദർശിച്ചിട്ടുണ്ടാവും. പല 1000 വർഷങ്ങൾക്ക് മുമ്പ് ബാലാജിയെ പോലും ശിവനാണ് എന്ന് വിചാരിച്ച് ഭക്തന്മാർ പൂജിച്ചിരുന്നു. അതേപോലെ വടക്കേ ഇന്ത്യയിൽ ഒറീസയിൽ ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ ഉള്ള ശ്രീ ജഗന്നാഥ സ്വാമി ശ്രീകൃഷ്ണ ഭഗവാനെ കൃഷ്ണനല്ലാതെ വേറൊരു രൂപത്തിൽ പൂജിച്ച കഥയും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാലങ്ങളായി ജനങ്ങൾ ശബരിമലയിൽ പൂജിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ വ്യക്തമല്ല. അത് കാരണം ഞങ്ങളെ ഭക്തന്മാർ കുറച്ച് പേര് ചേർന്ന് ചെറുതായിട്ട് ഒരു ഗവേഷണം പുരാണങ്ങളിലും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളും ഗവേഷണം ചെയ്ത് പകർന്ന അറിവാണ് ഇത്. അപ്പോൾ അയ്യപ്പനാണ് ധർമ്മശാസ്താവ് എന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല. വളരെ പ്രചരണത്തിലുള്ള ഇനിയൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഹരിഹരസുതൻ എന്ന് പറയാറുണ്ട്. അതായത് സ്വാമി അയ്യപ്പൻ ഹരിയുടെയും മഹാദേവന്റെയും പുത്രനാണ് എന്ന് പറയാറുണ്ട്. അതിനായിട്ട് മോഹിനിമൂർത്തിയുടെ കഥയും അവർ കൂട്ടിച്ചേർക്കാറുണ്ട്. പക്ഷേ ശ്രീമദ് ഭാഗവതം വായിച്ചിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലാകും, ആ മോഹിനിമൂർത്തിയുടെ അവതാരത്തിൽ മഹാദേവൻ മോഹിനിമൂർത്തിയുടെ പുറകെ ചെല്ലുകയും അപ്പോൾ സന്താനങ്ങളായി ഉണ്ടായത് നവരത്നങ്ങളും അമൂല്യമായ രത്നങ്ങളുമായിരുന്നു എന്നാണ്. അല്ലാതെ അവിടെ അയ്യപ്പൻ പുത്രനായി ജനിച്ചു എന്ന് ഒരു കഥയും അല്ലെങ്കിൽ അതിൻ്റെ യാതൊരു രേഖയും തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ കാണാനില്ല. ഭാഗവതം വായിച്ചിട്ടുള്ള എത്രയോ ഭക്തന്മാർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കഥകളെല്ലാം വ്യത്യസ്തമായി മുളച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കും. കാരണം ധർമ്മശാസ്താവിൻ്റെ കഥയുണ്ട്, അയ്യപ്പൻ്റെ കഥ ചരിത്രകാലത്തിൽ നടന്നിട്ടുള്ളതുമാണ്. പക്ഷെ ഇത് രണ്ടിനും ബന്ധവും ഇല്ല. അതേസമയം പുരാണത്തിനെ അടിസ്ഥാനമാക്കി പറയുന്ന ഹരിയുൻ്റെയും ഹരൻ്റെയും പുത്രനാണ് എന്ന് പറയുന്നതിനും യാതൊരു രേഖയുമില്ല. പിന്നെ അതേപോലെ ഈ ക്ഷേത്രത്തിൽ ഉള്ള ആരാധന രീതി കേരളത്തിലുള്ള മറ്റ് സാത്വികമായ ക്ഷേത്രത്തിൽ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായതാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്പൂതിരിമാർ വളരെ ചിട്ടയോട് പൂജിക്കുന്നുണ്ടെങ്കിലും ആദ്യകാലത്ത് ഇത് കാട്ടുവാസികളും ട്രൈബൽ കമ്മ്യൂണിറ്റി ആൾക്കാരുമാണ് പൂജിക്കുന്ന പതിവ്. ഇന്നും രാത്രി 11 മണിക്ക് ശേഷം ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ മേലെ കാട്ടിലിരുന്ന് ഈ ട്രൈബൽ പീപ്പിൾ കുറച്ചു പേര് ഇറങ്ങി വരികയും ആദിവാസികൾ അവരവരുടേതായ രീതിയിൽ പൂജിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം ചിലപ്പം സാത്വിക ആരാധന അവിടെ ആദ്യം തൊട്ട് തന്നെ ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കുന്നതിലും സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളെല്ലാം ശരിക്കും പഠിച്ച് ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വേദത്തിൽ 33 കോടി ദേവീദേവന്മാരുണ്ട്. ഈ 33 കോടി ദേവീദേവന്മാരിൽ പുരാണങ്ങൾ പഞ്ച ഉപാസന 5 പേരെയാണ് ആരാധിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ശ്രീമൻ നാരായണൻ, ബ്രഹ്മാവ്, ശിവൻ, പിന്നീട് പാർവതി, പിന്നെ ഗണപതി, ചില സമയം അതിന് ബ്രഹ്മാവ് അല്ലെങ്കിൽ ദേവേന്ദ്രൻ, അങ്ങനെ മൊത്തം 5 പേര്. ആദ്യം തൊട്ട് നാരായണൻ, ശിവ, പാർവതി, ഗണപതി 4 പേര്. 5ാമത്തത് ചിലപ്പം ബ്രഹ്മാവായിരിക്കും, അല്ലെങ്കിൽ ദേവേന്ദ്രനായിരിക്കും, അല്ലെങ്കിൽ സൂര്യനായിരിക്കും. ഇതിൽ ആദ്യത്തെ 3 പേർക്കാണ് ക്ഷേത്രമുള്ളത്. നാരായണന് ക്ഷേത്രമുണ്ട്, ദുർഗയ്ക്ക് ക്ഷേത്രമുണ്ട്, മഹാദേവന് ക്ഷേത്രമുണ്ട്. ഗണപതിയെ എപ്പോഴും എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവനായിട്ട് ആരാധിക്കും. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും മഹാവിഷ്ണുവിടെ ക്ഷേത്രത്തിലോ മഹാദേവന്റെ ക്ഷേത്രത്തിലോ ദുർഗയുടെ ക്ഷേത്രത്തിലോ ചെന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ജലമൂല അല്ലെങ്കിൽ അഗ്നിമൂല, ഈ 2 സ്ഥലത്തും ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കും. ഗണപതിയെ ഉപദേവനായി ആരാധിക്കും. 1000 വർഷങ്ങൾ പഴക്കമുള്ള പുരാതന ക്ഷേത്രങ്ങളിൽ ഗണപതിയെ ഏകനായി പൂജിക്കുന്ന ക്ഷേത്രം വളരെ വളരെ അപൂർവമാണ്. വടക്കേ ഇന്ത്യയിൽ വാതാപി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഗണപതിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് 5ാമത്തതായിട്ട് ദേവേന്ദ്രനെയും സൂര്യനെയും എല്ലാം യജ്ഞരൂപത്തിൽ, യജ്ഞഹോമാദികളുടെ രൂപത്തിലാണ് പൂജിക്കുന്നത്. അപ്പം നമ്മുടെ പുരാണങ്ങൾ വ്യക്തമായി പറയുന്നു,
സംസ്കാരസമ്പന്നരായ ആൾക്കാർ, സാത്വികന്മാർ, ശ്രീമൻ നാരായണനെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയും മഹാദേവനെയും പാർവതിയെയും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയും പൂജിച്ചു വരുന്ന പതിവായിരുന്നു. ഹരേ കൃഷ്ണ.